ഈ സംസ്ഥാന സർക്കാരിന്റെ കെ സ്മാർട്ട് പോർട്ടലിൽ ഗുരുതര ഡേറ്റ ചോർച്ച. ആർക്കും ആരുടെയും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകളിൽ ലഭ്യമാകുന്ന രീതിയിലാണ് ഈ സൈറ്റിന്റെ ഘടന എന്നാണ് കണ്ടെത്തൽ. കാണാം ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. തൃശൂർ ജില്ലയിലെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ 2005 ഏപ്രിൽ മാസം ജനിച്ച പെൺകുട്ടി. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജനനം. 2025 ജനുവരി മാസം തിരൂരങ്ങാടി താലൂക്കിലെ 24ഉം 18ഉം വയസ്സുള്ള മുസ്ലിം ദമ്പതികൾ വിവാഹിതരായി. അവർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് അനുവദിച്ചത് 4 മാസങ്ങൾക്കിപ്പുറം ഈ മാസം 17-ാം തീയതി. ഈ വിവരങ്ങളെല്ലാം ന്യൂസ് മലയാളത്തിന് ലഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കെ സ്മാർട്ട് പോർട്ടലിലൂടെയാണ്. തദ്ദേശ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോമാണ് കെ സ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളെ ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ പോർട്ടലിലാണ് ഗുരുതര ഡാറ്റ ചോർച്ച. വ്യക്തിഗത വിവരങ്ങളായ ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകളാണ് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ ആർക്കും ശേഖരിക്കാൻ കഴിയുന്നത്. സർട്ടിഫിക്കറ്റുകളിലൂടെ വ്യക്തിയുടെയും പങ്കാളിയുടെയും പേര് വിവരങ്ങൾ, വിലാസം, മാതാപിതാക്കളുടെ പേര്, വിവാഹദിനം, പ്രായം, ജനനത്തീയതി, വ്യക്തിഗത ഫോട്ടോ എന്നുവേണ്ട എല്ലാ വിവരങ്ങളും മറ്റൊരാൾക്ക് ലഭ്യമാകും. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു. പക്ഷേ പ്രശ്നം സങ്കീർണമാണെന്നും കൂടുതൽ ആലോചനകളിലൂടെ മാത്രമേ പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നുമാണ് വിശദീകരണം. ഇതിനോടകം 1.5 കോടി അക്കൗണ്ടുകൾ പോർട്ടലിലുണ്ട്. 1 കോടിയിലധികം വ്യക്തികൾക്ക് സേവനങ്ങളും നൽകിക്കഴിഞ്ഞു. പക്ഷേ കെ സ്മാർട്ട് ഇപ്പോഴും സ്മാർട്ടല്ല. തിരുവനന്തപുരത്തു നിന്നും ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം.